ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച നാടൻ അയിലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവയ്ക്കൊന്ന് പൊട്ടി വരുമ്പം ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം മാറി വരണം. ആ സമയത്ത് ഞാനിതിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിലരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളിയൊക്കെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും 1 പച്ചമുളകും 2 ചെറിയ ഉള്ളിയും 2 കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ആ ഒരു പൊടിയുടെ ഒക്കെ പച്ചമണം മാറി വരുന്നവർ ഒന്ന് വഴട്ടിയെടുക്കുക. അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, വാളൻപുളിയാണ് കേട്ടോ, അത് ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര ആവശ്യമാണോ കറി അതൊന്ന് കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കാനുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മീൻ ചേർക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മീൻ ഞാനിവിടെ ഒരു മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ അയിലയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മീൻ കറിയിലേക്കൊക്കെ ഒരുപാട് മീൻ ഞാൻ ചേർക്കാറില്ല, കുറച്ച് മീൻ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് കുത്തി ഇളക്കരുത് കേട്ടോ. ഞാനിതിങ്ങനെ കുറച്ച് ഫാസ്റ്റായി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായി ഇളക്കുന്ന പോലെ തോന്നും. അപ്പോൾ സ്ലോലി വേണം ഇളക്കാൻ, ഇല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും കറിയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്, മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ശകലം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയോളം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അവസാനം നമുക്കിതിലേക്ക് ഒരു വറവും കൂടെ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വറവിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഈ വറവ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കാതെ തന്നെ അതങ്ങനെ അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വെക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ആ വറവിൻ്റെ സ്മെല്ല് ടേസ്റ്റൊക്കെ കറിയിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാടൻ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരച്ച കറി. നമുക്ക് മത്തിയും എല്ലാ മീനും ഇതുപോലെ കറി വെക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.